ഞാൻ ഈ അടുത്ത് സൗദി അറേബ്യ സന്ദർശിച്ചിരുന്നു. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയപ്പോൾ കണ്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു തരം ലിബറേഷൻ അനുഭവിക്കുന്ന പെൺകുട്ടികൾ തുറമുഖ നഗരങ്ങളിലും സാധാരണ വിമാനത്താവളങ്ങൾ നമ്മൾ കാണുകയാണ്, കാർ ഓടിക്കുകയാണ്. അപ്പൊ എനിക്ക് കൗതുകം തോന്നിയത് സൗദി പെൺകുട്ടികൾ ഓടിക്കുന്ന കാറ് ചൈനയുടേതാണ്. ചൈനയുടെ വലിയ ആരാധകരുള്ള കേരളത്തിൽ പോലും ചൈനീസ് കാറുകൾ അത്ര വ്യാപകമായിട്ടില്ല. സൗദി സ്കൂളുകളിൽ അറബിയും ഇംഗ്ലീഷും കഴിഞ്ഞാൽ മൂന്നാം ഭാഷയായിട്ട് പഠിപ്പിക്കുന്നത് ചൈനീസ് ഭാഷയാണ്. ഇപ്പോൾ ഒരു 10 വർഷം മുമ്പ് റിയാദിലൊക്കെ പോയ ആളുകൾക്കറിയാം, ഇംഗ്ലീഷിലും അറബിയിലും മാത്രമേ സ്ഥലനാമങ്ങളുള്ളൂ. ഇപ്പൊ ടൗൺഷിപ്പുകൾക്കൊക്കെ 3 ഭാഷകളുണ്ട്, ചൈനീസ് പേരുണ്ട്. അവിടെ വലിയ മാളുകളെല്ലാം ചൈനയുടേതായി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ യൂസഫ് അലിയുടെ ലുലു മാളിനേക്കാളൊക്കെ വലിയ രീതിയിൽ ചൈനീസ് മാളുകൾ അവിടെ നിറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമ്പരാഗതമായി നേരത്തെ അമേരിക്കൻ അനുകൂലമായി നിന്നിരുന്ന ഈ വിപണികൾ, സൗദി എന്ന് പറഞ്ഞാൽ വലിയ ലോകത്തിലെ വലിയൊരു വിപണിയാണ്, $1 ഒഴുകുന്ന ഒരു വിപണിയാണ്. ആ വിപണികൾ എന്താണ്, ചൈനീസ് ഉൽപ്പന്നങ്ങളാൽ നിറയാണ്. ഇത് അമേരിക്കക്ക് വലിയ വെല്ലുവിളിയാണ്. ഇപ്പോൾ നമുക്കൊക്കെ ഈ ഫോണുകളൊക്കെ ഇങ്ങനെ ഉപയോഗിക്കാൻ കഴിയുന്ന ഈ രംഗത്ത് ചൈന ഉണ്ടാക്കിയ ടെക്നോളജിയുടെ വലിയ മാറ്റങ്ങളാണ്. അപ്പോൾ അത് വില കുറഞ്ഞ് കിട്ടാൻ കഴിഞ്ഞു. ഈ ഉൽപ്പന്നങ്ങൾ നമുക്ക് തരാതരം പോലെ ഉപയോഗിക്കാൻ കഴിയും. അതുപോലെ തന്നെ എല്ലാ കാലത്തും എണ്ണയുടെ എന്ന പോലെ മോട്ടോർ വാഹനങ്ങളുടെയും കുത്തകർക്കായിരുന്നു. നമ്മളൊക്കെ എത്രയോ കാലമായിട്ട് ലോകത്തിലെ ഏറ്റവും ടേൺ ഓവറുള്ള വ്യവസായം ആണ്, അതിൽ ഏറ്റവും ടേൺ ഓവറുള്ള മുതലാളി മറ്റേ ഫോർഡാണെന്നാണ് പഠിച്ചത്. ഇപ്പൊ അങ്ങനെയാണോ? ഫോർഡാണോ ലോകത്തിലെ നേരെ ഒരു ഘട്ടത്തിൽ ഈ ടൊയോട്ടയൊക്കെ വന്നു. ടൊയോട്ടയൊക്കെ മറികടന്ന് എന്താണ്, ചൈനീസ് ഉൽപ്പന്നങ്ങളാണ്. ആ രീതിയിൽ വാണിജ്യ രംഗത്ത്, വാണിജ്യം എന്ന് പറയുന്നത് സമ്പത്ത് ഉൽപാദനത്തിന്റെ മണ്ഡലത്തിൽ ചരക്കുകൾ പണമായി തിരിച്ചു വരുന്ന ഇതാണ്. റിയലൈസേഷൻ, മുതലാളിത്തത്തിന് റിയലൈസേഷൻ വഴി പണം തിരിച്ചു, അത് മൂലധനത്തിന്റെ ഒരു വലിയ വേറൊരു തരം സംഭവമാണ്. അത് ചൈനീസ് കമ്പനികളിലേക്ക് വരികയാണ്. അത് വലിയൊരു വെല്ലുവിളിയായിട്ട് അമേരിക്കുന്നുണ്ട്. അതുകൊണ്ട് പല രംഗങ്ങളിലും എന്താണ്, ഈ ചൈനീസ് ഉൽപ്പന്നങ്ങൾ, യുവാൻ ചൈനയുടെ നാണയമാണ്. ഇപ്പൊ വെനിസ്വല അവർ ശ്രമിച്ചത് യുവാനെ ഉപാധിയാക്കാനാണ്, മീഡിയയാക്കാനാണ്. അപ്പോൾ ആ മാറ്റങ്ങൾ വളരെ അനുകൂലമാണ്. അതിനെയൊക്കെ സൂക്ഷ്മമായി മനസ്സിലാക്കിക്കൊണ്ട് ഇടപെടാൻ കഴിയുന്ന ഇടതുപക്ഷത്തിന്റെ വളരെ ജാഗ്രതയോടുകൂടിയുള്ള, ജാഗ്രത എന്ന് പറഞ്ഞാൽ അത് കേവലമായ ഒരു രാഷ്ട്രീയത്തിന്റെ അപ്പുറത്തുള്ള പ്രത്യയശാസ്ത്ര രംഗത്തെ ജാഗ്രതയോടുകൂടിയുള്ള ഇടപെടലുകൾ ആവശ്യപ്പെടുന്ന ഒന്നാണ്.